നമ്മുടെ ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന് അംഗീകാരം തരേണ്ടത് ലോകപരമായി സഹായിക്കാൻ പറ്റുമെങ്കിലും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു തീരുമാനമുണ്ട്. കേരള ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളെ ക്രൈസ്തവ സഭകളായിട്ട് അംഗീകരിച്ചുകൊണ്ടൊരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. ഇത് തികച്ചും വിചിത്രമായ ഒരു തീരുമാനമാണ്. പെന്തക്കോസ്ത് സഭയ്ക്ക് ഒരു അംഗീകാരവും ഒരു നാമകരണവും ഒന്നും ചെയ്യാൻ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമില്ല. അത് വർഷങ്ങളായി, ദശാബ്ദങ്ങളായി നിലനിൽക്കുന്നതാണ്. പല തലമുറകൾ അതിലൂടെ കടന്നു പോയി കഴിഞ്ഞു. അതൊക്കെ ഇലക്ഷൻ തട്ടിപ്പാണ്, ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇത് മനസ്സിലാക്കാനുള്ള എല്ലാ ക്ഷേമിഷിയും ഉള്ളവരാണ് പെന്തക്കോസ്ത് വിശ്വാസികൾ. അവരിപ്പോൾ അജ്ഞരൊന്നുമല്ല, വളരെ വിദ്യാഭ്യാസമുള്ളവരും ഉന്നത നിലവാരത്തിലുള്ളവരുമാണ്. എൻ്റെ വിശ്വാസത്തിന് ഞാൻ വെള്ളം ചേർക്കാൻ തയ്യാറില്ല. അത് ഞാൻ അടിയുറച്ച് നിൽക്കുമ്പോൾ തന്നെ അതിനകത്തെ ഒരു വിഭാഗീയത വെച്ചുകൊണ്ട് എന്തെങ്കിലും താൽക്കാലിക മുതലെടുപ്പ് നടത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹം. എനിക്ക് മാർത്തോമാ സഭയിൽ ഞാൻ ജനിച്ചെങ്കിലും എനിക്ക് പെന്തക്കോസ്ത് വിഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ സഭകളുമായിട്ടും അടുത്ത ബന്ധവും ആത്മാർത്ഥ ബന്ധവുമുണ്ട്. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടുകൂടെ സവിശേഷതയുള്ള ഒരു അതിഥിയുണ്ട്. അഡ്വക്കേറ്റ് വർഗീസ് മാമൻ. തിരുവല്ലയിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് തുടങ്ങുവാനുള്ള കാര്യം, ഒരു ഉപദേശിയുടെ കൊച്ചു മകനും ഒരു വൈദികൻ്റെ മകനുമൊക്കെയാണ്. പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി കേരളക്കരയിൽ ഉണർവിൻ്റെ വേലിയേറ്റം സൃഷ്ടിച്ച അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ്റെ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. മനസ്സിലാകാതെ എനിവേ, ഒരു മാർത്തോമാ സഭയിലെ ഒരു വൈദികൻ്റെ മകൻ, ഒരു വൈദിക കുടുംബം അല്ലേ? സഹോദരൻ വൈദികൻ, സഹോദരി ഭർത്താവും സഹോദരി ഭർത്താവും ഓക്കെ. സഹോദരൻ എനിക്ക് തോന്നുന്ന കുമ്പനാട് അല്ലേ? ഓക്കെ. തിരുവല്ലയിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി വരികയാണ്. തിരുവല്ല നേരത്തെയും ഒരു വൈദികൻ്റെ മകനാണ് ഇവിടെ MLA ആയിരിക്കുന്നത്. അവൻ രണ്ട് മാർത്തോമാക്കാർ തമ്മിലുള്ള ഒരു വളരെ രസകരമായ ഒരു ഫൈറ്റ് നടക്കുന്ന കേരളത്തിലെ ഏക മണ്ഡലമാണ്. തിരുവല്ലയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. തിരുവല്ല എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനികളുടെ ഒരു എരുശലേമെന്ന് പൊതുവെ അറിയും. ഓക്കെ, എന്താണ് തിരുവല്ലക്കാരോട് പറയാനുള്ളത് ഒരു ഇലക്ഷനോടനുബന്ധിച്ച് പറയും? സത്യത്തിലെ തിരുവല്ല സ്ഥാനാർത്ഥിയായി എന്നെ നിശ്ചയിച്ച് തന്നെ ഞാനൊരു ദൈവനിയോഗമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഞാൻ 1982 തിരുവല്ല മാർത്തോമാ കോളേജിൽ നിന്നാണ് എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ആരംഭിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും UDFിലെ ജില്ലാ ചെയർമാനായി ബഹുമാനപ്പെട്ട സാമൂട്ടി സാർ പറഞ്ഞ പോലെ ആ സ്ഥാനങ്ങളിലൊക്കെ എത്തി. ഈ സീറ്റിനെ സംബന്ധിച്ചുള്ള പ്രാരംഭ ചർച്ചകൾ വന്നപ്പോഴും മുമ്പ് തന്നെ സ്ഥാനാർത്ഥി ഞാനായിരിക്കുന്ന ഒരു സൂചന ഉണ്ടായിരുന്നു. അതിനോട് വലിയ മുന്നൊരുക്കമൊന്നും നടത്തിയില്ലെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു 82 തൊട്ട് ഇങ്ങോട്ട് കടന്നു വന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ചെറിയ ജോലി തൊട്ട് വലിയ ജോലി വരെ നിർവഹിച്ചത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെയർമാനായിരുന്നു. അതായത് ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ധാരണയുണ്ട്. പക്ഷേ ഏത് തെരഞ്ഞെടുപ്പിൽ ഏത് സ്ഥാനാർത്ഥിയായിരുന്നാലും ജനങ്ങളുടെ മനസ്സും അവരുടെ പിന്തുണയുമാണ് വരുന്നത്. തിരുവല്ലയിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എന്താണ് പ്രതികരണം എന്ന് ചോദിച്ചാൽ, ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിന് ജനങ്ങൾക്ക് അവരുടേതായ കാരണമുണ്ട്. ഒരു തുടർ ഭരണം, 10 വർഷത്തെ ഒരു ഭരണം, അതിൻ്റെ ഒരു ആൻറ്റി എൻകംപ്ലൻസി ഫാക്ടർ നിൽക്കുകയാണ്. ഒരു ജനപ്രതിനിധി 20 വർഷമായിട്ടുണ്ട്, അദ്ദേഹത്തിനെതിരെ അതിശക്തമായ ആൻറ്റി എൻകംപ്ലൻസി. ഈ രണ്ട് ഭരണവിരുദ്ധ വികാരവും ജനപ്രതിനിധി വിരുദ്ധ വികാരവും ആണ് നിയോജകമണ്ഡലത്തിൽ നിലച്ച് കാണുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ തിരുവല്ലയ്ക്കൊരു മാറ്റം വേണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങളെ അനുകൂലിക്കുന്നവരല്ല, സമസ്ത മേഖലയിലുള്ള ആളുകളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അവരാഗ്രഹിക്കുന്ന മാറ്റം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഏത് സമയത്തും ഒരു വെളിപാടകൽ. നിർഭാഗ്യവശാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ജനം ഈ മാറ്റം ആഗ്രഹിക്കുന്നത്. ഈ ഒരു അച്ഛൻ്റെ മകനായിട്ടാണ് ജനിച്ചു പോകുക, എന്നിട്ട് ഈ രാഷ്ട്രീയത്തിലോട്ടൊക്കെ വന്നപ്പോൾ അതെങ്ങനെ എത്തിക്കും? എൻ്റെ സഹോദരൻ വൈദികവൃതിയിലേക്കാണ് പോയത്. ഞാൻ സ്കൂളിൽ തൊട്ട് രാഷ്ട്രീയത്തിലുണ്ട്. കോളേജിൽ വന്നപ്പോൾ ഡിഗ്രി ഫസ്റ്റ് BA പൊളിറ്റിക്കൽ സയൻസാണ്. കോളേജ് ഇലക്ഷനൊക്കെ നിൽക്കുന്നു. നമ്മുടെ ഒരു ഉൾവിളിയുണ്ട് ലൈഫ്. എല്ലാവരെയും പോലെ ആകാൻ എളുപ്പമാണ്, എല്ലാവരിൽ നിന്ന് വ്യത്യസ്തനാകാൻ ഇച്ചിരി ഭിക്ഷ കൊടുക്കുന്നു. ഞാനെപ്പോഴും ആ ഒരു ക്രൈസ്തവ മൂല്യത്തിൽ പറയുമ്പോഴും ആ ഒരു പ്രത്യേകത, ഈ ഒരു രാഷ്ട്രീയക്കാരെ കുറിച്ച് പൊതുധാരണകളുണ്ട്. അതെ, ആ രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള ഒരു പൊതുധാരണയിൽ ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഒരു ആത്മീയനായ വ്യക്തിക്ക്, ഞാൻ പെന്തിക്കോസ്തുകാരുടെ ഭാഷ പറയുക, ആത്മീയനായ ഒരു വിശ്വാസിക്ക് ഒക്കെ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവിലുള്ളൊരു ചിന്ത. എങ്ങനെ തോന്നുന്നു ഈ കഴിഞ്ഞ ഒരു ദീർഘവർഷങ്ങളുടെ രാഷ്ട്രീയ അനുഭവങ്ങൾ അത് സാധ്യമാണോ? ഒരു വിശ്വാസിയായിരിക്കെ തന്നെ
ആ നിലയിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടാണ് എനിക്കറിയാം മാർത്തോമാ സഭയുടെ ട്രസ്റ്റി ആയിരുന്നു. പിന്നെ ആ നിലയിൽ സൗത്ത് കൊറിയയിൽ വരെ WCCയുടെ മേഖലകളിൽ പോയിട്ടുണ്ട്, പ്രതിനിധിയായിട്ട് പോയിട്ടുണ്ട്, അതൊക്കെ അറിയാം. അപ്പം ഒരു ആത്മീയ ജീവിതവും അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള ജീവിതവും രാഷ്ട്രീയ ജീവിതവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ സാധ്യമാകും? ഇത് എന്ന അടിസ്ഥാനം നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വഴികളാണ്. ഒരിക്കലും MLA ആകുക, മന്ത്രിയാകുക, ഈ ഒരു ഗ്രാഫ് വരച്ച് പൊളിറ്റിക്സ് ഇറങ്ങിയ ഒരാളല്ല ഞാൻ. എൻ്റെ ഒരു ആഗ്രഹം പൊളിറ്റിക്സ്, ഞാൻ അഭിഭാഷകരുടെ തിരഞ്ഞെടുത്തൊരാളാണ്. ഒരു അഭിഭാഷകന് ഒത്തിരി ആളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. കേസ് നടത്താൻ വരുന്ന കക്ഷികളോട് മാത്രമല്ല, ഒത്തിരി പേര് നമ്മുടെ സഹായത്തിന് വരും. ഒരു അപേക്ഷ പൂരിപ്പിക്കാൻ വരുന്ന ആൾ തൊട്ട് അവൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം വരെ നമ്മളോട് സംസാരിക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായ ഒരു പൊതുജീവിതത്തിൽ നമുക്ക് ഒത്തിരി കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സ്കൂളിലും കോളേജിലും രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിന്നത്. വളരെ ലാഭം നോക്കി രാഷ്ട്രീയത്തിൽ പോകും. കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അതിൻ്റെ സാധ്യതകൾ ഈ സംസ്ഥാനത്തിനകത്ത് മാത്രമേ ഉള്ളൂ. ആ ഒരു വീക്ഷണത്തിനെ നിൽക്കാൻ ഞാൻ സ്കൂൾ രാഷ്ട്രീയം തൊട്ട് നിലപാടിൽ ഉറച്ചു പോകും. പിന്നീട് ഈ രാഷ്ട്രീയ രംഗത്ത് വരുമ്പോൾ മുമ്പ് പറഞ്ഞ ഒത്തിരി അപജയങ്ങളുണ്ട്. തീർച്ചയായും നമ്മളെ ഒഴുക്കിനോടൊപ്പം നീന്തുകയല്ല, ഒഴുക്കിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കാൻ ശ്രമിച്ചു. നമുക്കൊരു നിലപാടുണ്ടാവണം. ഈ നിലപാടുകളെ അംഗീകരിക്കുന്ന ഒരു കാലമാണ് ഈ വർത്തമാന കാലഘട്ടം. പണ്ടൊക്കെ നമ്മൾ എങ്ങനെയും ആളുകളെ സൂചിപ്പിച്ച് നമുക്കിപ്പോൾ ആരെയും പറ്റിക്കാനാകത്തില്ല. എന്നാൽ എല്ലാവരുടെയും വിരൽത്തുമ്പിൽ ലോകത്ത് എന്ത് നടക്കാം. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടം, ഇപ്പോൾ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടം. നമുക്കതുകൊണ്ട് അറിവിൻ്റെ ലോകത്ത് നമുക്ക് ആർക്കും മറ്റൊരാളെ ഒന്നും ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റത്തില്ല. അവർ നമ്മളെക്കുറിച്ച് വിലയിരുത്തും. അതാണ് എൻ്റെ ഉറച്ച ബോധ്യം. ഈ പ്രാവശ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൻ്റെ പേര് അവസാനം വരെ പരിഗണിക്കപ്പെട്ടിരുന്നു. സത്യത്തിൽ ഇന്നല്ല, 2003 ശ്രീ മാമൻ മത്തായി MLA പെട്ടെന്ന് മരണപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ജില്ലാ പ്രസിഡന്റ്, ഞാൻ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി. ഞങ്ങൾ 9 വർഷക്കാലം പാടും. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ മരണശേഷം ആദ്യം പരിഗണിക്കുന്ന പേരൊന്നായിരുന്നു. സത്യത്തിൽ ശ്രീ മാണി സാർ എന്ന എൻ്റെ അടക്കം മറ്റ് 2 പേരുടെ പേരുകളാണ് പരിഗണിച്ചത്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് പറയുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിക്ക് സീറ്റ് കൊടുത്തു. ഞാൻ ഒരു കാര്യത്തിൽ മനപ്രയാസം നടത്തിയില്ല. അതെല്ലാം കഴിഞ്ഞ് പോകട്ടെ. അത് കഴിഞ്ഞ് 4 തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും 2020 വന്നപ്പോഴും എനിക്ക് ആ സീറ്റൊന്നും ഞാൻ പ്രതീക്ഷിച്ചു. അല്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പ്രഖ്യാപിച്ച ആളിനെ കൺവീനറായി. കാരണം അതായിരിക്കണം നമ്മുടെ ഒരു. അന്ന് PJ ജോസഫ് സാറിൻ്റെ മോൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. സ്ഥാനാർത്ഥിത്തിന് വേണ്ടി തിരുവല്ലയിൽ അവസാനം വരെ ഉണ്ടായിരുന്ന പേരാണ് വർഗീസ് മാമിൻ്റേത്. പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് രാവിലെ 10 മണിക്ക്. ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ ആ സ്ഥാനാർത്ഥി പോലും അറിയാതെ അദ്ദേഹത്തെ ജയിപ്പിക്കാനുള്ള മീറ്റിംഗ് വിളിച്ചു. ഞാൻ മുമ്പ് സാമൂട്ടി ബ്രദറിനോട് പറഞ്ഞ പോലെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന് അംഗീകാരം തരേണ്ടത് ലോകപരമായി സഹായിക്കാൻ പറ്റുമെങ്കിലും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു തീരുമാനമുണ്ട്. ഞാൻ ആ തീരുമാനത്തിന് വേണ്ടി എന്നും വഴിമാറി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പ്രാവശ്യം എന്നെ പരിഗണിച്ചില്ലെങ്കിലും എനിക്കത് മനപ്രയാസമൊന്നുമില്ല. ദൈവത്തിൻ്റെ പ്ലാൻ നടക്കണമെന്നാണ് 100% ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ദൈവത്തിനോട് ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ ദൈവം തരികയാണെങ്കിൽ എനിക്ക് ജയിക്കാനായി തരണമെന്നുള്ള എൻ്റെ ഒരു സ്വാർത്ഥത ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 7 ദിവസം തന്നെ ഒരു കോൺഫിഡൻസിലേക്ക് എന്നെ എത്തിച്ചു. അതാണ് സത്യം. പിന്നെ എപ്പോഴും നമ്മൾ ജനങ്ങളുമായി സംവദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരു ജനപ്രതിനിധി ഒരിക്കലും ജനങ്ങളിൽ നിന്ന് അകലം പാലിക്കേണ്ട ആളല്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം യാത്ര ചെയ്യുന്ന, അവരുടെ ആവശ്യങ്ങൾ കൂടെയുള്ളൂ അങ്ങനെ ഒരു MLA. നമുക്ക് നാട്ടിലൊരു അത്ഭുതം പ്രവർത്തിക്കാനും നോക്കാം. ഇപ്പം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ബ്രദറിന് അറിയാം. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ കടമുണ്ടായിരുന്ന ഒരു സംവിധാനത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്നത്. ഇപ്പോൾ 6 ലക്ഷം കോടി രൂപ കേരളത്തിൻ്റെ സാമ്പത്തിക ബാധ്യതയാണ്. ഈ നാട്ടിലുള്ള ഓരോ പൗരനും 2 ലക്ഷം രൂപയ്ക്ക് മേൽ കടബാധ്യത വെക്കാനായിട്ടറിഞ്ഞാണ്. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും ഒരു പക്ഷേ ഐക്യജനാധിപത്യയുടെ ഗവൺമെൻറ് ഇനി ഭരണം ഏറ്റെടുക്കാൻ പോകുന്നത്. അന്നേരം ജനങ്ങളുടെ സ്വപ്നങ്ങളൊന്നും ഒറ്റയടിക്ക് നടത്തി കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും അവരോടൊപ്പം നിൽക്കുന്ന ജനപ്രതിയാവും എന്നുള്ളതാണ് എൻ്റെ വാക്ക്. ഓക്കെ. മാർത്തോമാ സഭക്കാരായ 2 പേരാണ് മത്സരിക്കുന്നത്. പിന്നെ അതിനെക്കാട്ടിലും പ്രധാനമാണ് 2 വൈദികരുടെ മക്കളാണ് മത്സരിക്കുന്നത്. അപ്പം ഈ സഭയുടെ ഒരു നിലപാട് എന്തുമായിരുന്നു? സഭയ്ക്ക് അതിനകത്തൊന്നും പ്രത്യേക നിലപാടില്ല. ഇപ്പം ഞാൻ ചെന്നാലും എതിർ സ്ഥാനാർത്ഥി ചെന്നാലും ഒരേ മനോഭാവത്തിൽ സ്ഥിരിക്കും. ഞാൻ ഈ കാര്യത്തെ അങ്ങനെ അതിലേക്ക് ഒതുക്കാൻ ആഗ്രഹിക്കത്തില്ല. നമ്മുടെ പൊതുജീവിതം, എൻ്റെ കഴിഞ്ഞ 10-40 വർഷത്തെ പൊതുജീവിതം അത് ഈ നാട് വിലയിരുത്തും. ഞാനിവിടെ ജനിച്ചു വളർന്ന 1-ാം ക്ലാസ് തൊട്ട് ഡിഗ്രി ഫൈനൽ വരെ LLB വരെ പഠിച്ച് കഴിഞ്ഞ 34 വർഷക്കാലമായി തൊഴിലിൻ്റെ അഭിഭാഷകനാണ്. ജനങ്ങൾ എന്നെ വിലയിരുത്തി വോട്ട് ചെയ്യട്ടെ, എൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി വോട്ട് ചെയ്യട്ടെ. ഞാൻ ഉയർത്തുന്ന ആശയങ്ങളെ, ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ജനങ്ങളെ വിലയിരുത്തട്ടെന്നുള്ളതാണ്. സഭ ഞാൻ അത്ര കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് ശരിയായ രാഷ്ട്രീയം അല്ലെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. വാസ്തവ ആയിക്കോട്ടെ, ജാക്കോബായിട്ട് നമ്മളെല്ലാം മനുഷ്യരൊന്നാണ്. പരസ്പര സ്നേഹത്തിലെ സൗഹാർദ്ദത്തിലും എല്ലാവരും മതസൗഹാർദ്ദത്തിൻ്റെയും മതതരത്തിൻ്റെയും തീർച്ചയായും. അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഞാൻ മുളം ചേർക്കാൻ തയ്യാറല്ല. ഞാൻ അടിയുറച്ച് നിൽക്കുമ്പോൾ തന്നെ അതിനകത്തെ ഒരു വിഭാഗീയത വെച്ചുകൊണ്ട് എന്തെങ്കിലും താൽക്കാലിക മുതലെടുപ്പ് നടത്താൻ ഞാൻ ഒരിക്കലും ആകില്ല. എനിക്ക് മാർത്തോമാ സഭയിൽ ഞാൻ ജനിച്ചെങ്കിലും എനിക്ക് പെന്തക്കോസ്ത് വിഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ സഭകളുമായിട്ടും അടുത്ത ബന്ധവും ആത്മാർത്ഥ ബന്ധവുമായി.
ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയാണെങ്കിലും മലങ്കര കത്തോലിക്ക സഭയാണെങ്കിലും ആ സഭയോടും അതിൻ്റെ പിതാക്കന്മാരോടും ഒക്കെ നല്ല ബന്ധത്തിൽ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റ് ചെയ്ത് അതിലേക്ക് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നുള്ളതാണ്. ഈ മാർത്തോമാ സഭയ്ക്ക് ഇവിടെ സ്വാധീനമുള്ള പോലെ തന്നെ ഈ ഓർത്തഡോക്സ് സഭയ്ക്കും മലങ്കര കത്തോലിക്ക സഭയ്ക്കും അതുപോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടുകൂടെ പെന്തക്കോസ്ത് സഭകളും ഉണ്ട്. ധാരാളമുള്ള ഒരു മേഖലയാണ് ഇത്. ഈ ആത്മീയ നേതൃത്വമൊക്കെ ആയിട്ട് വളരെ അടുത്ത സ്നേഹബന്ധം നിലനിർത്തുന്ന ആൾ കൂടിയാണ്. ഈ ജീവിതത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിലൊക്കെ ഒരു അഡ്വൈസ് വേണ്ടിയപ്പോൾ അല്ലെങ്കിൽ ഒരു ആത്മീയ ഉൾക്കാഴ്ച കിട്ടേണ്ട സമയങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഞങ്ങളുടെ സഭാപിതാക്കന്മാരെല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. ഓർത്തഡോക്സ് മെത്രാപ്പോലീത്തനും ഓർത്തഡോക്സ് ഭാവതിരുമേനും കർദിനാൾ ക്ലീമിയസ് തിരുമേനിയാണ്. പക്ഷെ അവരെപ്പോലൊക്കെ തന്നെ പാസ്റ്റർ ഡോക്ടർ KC ജോണിന് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ പ്രചോദനമായിട്ട് നൽകാം. ഇന്ന് തന്നെ അദ്ദേഹത്തോടൊപ്പം ഒരു ആത്മീയ മീറ്റിംഗ് പങ്കെടുത്തിട്ട് വരികയാണ്. അത് നമ്മുടെ മനസ്സിനകത്തുള്ള ഓരോരുത്തരെ കുറിച്ചുള്ള നമ്മുടെ ധാരണയും അവരുടെയൊക്കെ നമ്മൾ കഴിഞ്ഞ കാല അനുഭവങ്ങളിലാണ് നമ്മുടെ ഏറ്റവും വലിയ പാഠങ്ങൾ. അതിന് അത്രമാത്രം നമ്മളെ ആത്മീയമായി ഉയർത്തുന്നതിനും നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ നമ്മളോടൊപ്പം ഉണ്ട്. അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നതിൽ നിന്നും കിട്ടിയ നമ്മുടെ റിസൾട്ടാണ് നമ്മളെ ആ വിശ്വാസത്തിലേക്ക് ഉറപ്പിക്കുക. ഈ രാഷ്ട്രീയത്തിൽ ഒരു റോൾ മോഡലിനെ പറഞ്ഞാൽ ആരുടെ പേര്? എനിക്ക് സ്വാഭാവികമായ രാഷ്ട്രീയത്തിൽ റോൾ മോഡൽ എൻ്റെ പാർട്ടിയുടെ നേതാവ് PJ ജോസഫ്. കാരണം നമ്മളൊരു ഗാന്ധിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും. ഇന്നും ഒരു ഗാന്ധിയൻ തത്വത്തിൽ ഒരു സ്വയം പര്യാപ്തമായ ഒരു കുടുംബം ഒരു സമൂഹത്തിലാണ്. വീട്ടിൽ നിന്നും 110 പശുക്കളും ചുറ്റുപാടിലാണ് സാർ നിൽക്കുന്നത്. അതിന് സാറിൻ്റെ സാക്ഷ്യം സാറിൻ്റെ മോനെ സ്വിറ്റ്സർലൻഡിലെ IT എഞ്ചിനീയറായിരുന്നു, ഇപ്പോൾ തൊടുപുഴ മത്സരിക്കുന്ന അപ്സഫ്. അബുവിനോട് സാറ് തിരിച്ചു വരാൻ പറയുമ്പോൾ സ്വാഭാവികമായി അബുവിന് വലിയ ഭീമമായ ഒരു ശമ്പളം സ്വിറ്റ്സർലൻഡിലുണ്ട്. സാർ ഒരിക്കലും എന്നോട് പറഞ്ഞു, അത് 140 പശുക്കളുണ്ടായിരുന്നു, ഇപ്പോൾ 110 പശുക്കളെ വരുമാനമുണ്ട്. ഈ പശുവിൻ്റെ വരുമാനം സാർ കൂട്ടിയിട്ട് പറഞ്ഞു പ്രതിദിനം ഏതാണ്ട് 40,000-50,000 രൂപയ്ക്ക് പ്രതിദിനം കിട്ടും. സാറിൻ്റെ മകനോട് ചോദിച്ചു, സ്വിറ്റ്സർലൻഡിലേതായാലും പ്രതിദിനം ഈ വരുമാനം കിട്ടത്തില്ല, അല്ലെങ്കിൽ നാട്ടിൻ്റെ എല്ലാ സുഖവും അനുഭവിക്കുകയല്ലേ. അന്നേരം അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം നടത്തുന്ന കാർഷിക രംഗത്ത് നടത്തുന്ന വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അത് പണം മുടക്കി എന്നുള്ളതല്ല, കൃഷി നിലനിർത്തണം, ഈ നാട് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ മാലിന്യം നമ്മുടെ നാട്ടിൽ ഇഷ്യൂ ആയത് ഈ കഴിഞ്ഞൊരു 10 വർഷം. പക്ഷേ 25 വർഷം മുമ്പ് സാറ് പറഞ്ഞു മാലിന്യമില്ലാത്തൊരു മലയാള നാട്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒത്തിരി ആശയങ്ങൾ. അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി 10+2+3 10ാം ക്ലാസ് കഴിഞ്ഞ +2+2 ആ ഒരു നയമൊക്കെ കേരളത്തിൽ നടപ്പിലാക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇച്ഛാശക്തിയുള്ള ഒരു മന്ത്രി നടപ്പിലാക്കിയതുകൊണ്ട് എൻ്റെ ഒരു പൊളിറ്റിക്സിലെ മോഡൽ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചാല് സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കടന്ന ഒരു വൈദികനാണ് മകനെ. അതിനൊരു പിതാവായിരിക്കുമല്ലോ സ്വാഭാവികമായും നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ഞങ്ങളൊക്കെ വൈദികരുടെ മക്കളായി പാസ്റ്റേജിൽ കൂടെ വളർന്നു വന്നവരാണ്. എൻ്റെ ഫാദർ ആലുവ UC കോളേജിൽ നിന്നും ഡിഗ്രി പോസ്റ്റ് ഒക്കെ എടുത്താണ്. അന്നൊരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയിൽ എക്സിക്യൂട്ടീവായിട്ട് ഒക്കെ പോകാമായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് എൻ്റെ പിതാവ് വൈദിക വൃത്തിയിലേക്ക് ദൈവവിളി വന്നു വരുമ്പോഴും ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് 25 രൂപ 30 രൂപ ശമ്പളത്തിലാണ് ചിറ്റാറ് കൊച്ചുകോയിക്കൽ പള്ളികളൊക്കെ. ആ ശമ്പളം പോലും ആ പള്ളിക്കാർക്ക് 30 ദിവസം പോയിട്ട് 2 മാസം കൊടുക്കാൻ കഴിയും. അന്നേരം അങ്ങനെ ആ ഒരു ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആ ശുശ്രൂഷൻ്റെ ബന്ധം വളർന്നു വന്നപ്പോൾ സ്വാഭാവിക പിതാവിൻ്റെ ഒരു സ്വാധീനം. അവിടെ നമുക്ക് ഒരിക്കൽ പോലും പണത്തിനോട്ടൊരു ഭ്രമമോ പണം ഉണ്ടാക്കണം അതിൻ്റെ ഓഫീസിൽ കടന്ന എത്രയോ പേര് അവർക്ക് നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സാക്ഷി പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണുമ്പോൾ. കാരണം പണമല്ല ജീവിതത്തിൻ്റെ ഒന്നിൻ്റെ ബേസ്. നമുക്കുള്ള ജീവിതം മറ്റൊരു കൂടി എങ്ങനെ പ്രയോജനപ്പെടുത്തി ജീവിക്കാമെന്നുള്ളതായിരിക്കണം ജീവിതത്തിൻ്റെ സത്യം. അതുകൊണ്ട് സ്വാഭാവികമായി പിതാവിൻ്റെ ഒരു സ്വാധീനം എന്നെ വളരെയേറെ ബാധിച്ചു. ഈ പാഴ്സണേജ് താമസിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ 1900 വീട് വെക്കുന്ന 77 അതിന് ശേഷവും ഫാദർ വീട് തിരുവല്ലയിൽ വെച്ചെങ്കിൽ കൂടി നിരന്തരമായി പാസ്റ്റേജുകൾ കൂടെ താമസിച്ചു. ഫാദർ ഏതൊക്കെ പാസ്റ്റേജ് താമസിച്ചവിടെ ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ പോലും തിരുവല്ലയിൽ വീടുണ്ടെങ്കിൽ ഞാൻ മാരാമണ മർത്തോമ്പള്ള പാസ്റ്റേജാണ് മർത്തോമാ കോളേജിൽ ബസ്സിൽ വന്നുകൊണ്ടിരുന്നത്. എനിക്ക് മർത്തോമാ കോളേജ് തിരുവല്ലയിൽ വീട്ടിൽ സത്യം പറഞ്ഞാൽ അത് 5 നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, അല്ലെങ്കിൽ 25 മിനിറ്റ് അരമണിക്കൂർ ചെറുപ്രായത്തിൽ. ഞാൻ കോഴഞ്ചേരി മാരാമണ മർത്തോമാ പള്ളിയിൽ നിന്ന് പ്രൈവറ്റ് അച്ഛൻ ട്രാവൽസിൻ്റെ ബസ്സിൽ വന്ന് ടൗണിൽ ഇറങ്ങി അവിടുന്ന് 2ാമതൊരു ബസ് പിടിച്ചാൽ ഞാൻ മർത്തോമാ കോളേജിൽ വന്നു. ഓക്കെ, ഞാനും പാഴ്സനേജ് വളർന്ന ഒരാളായതുകൊണ്ട് എനിക്കും ആ ഒരു ഓക്കെ. ഈ തിരുവല്ല മണ്ഡലം നമ്മളെടുത്താൽ തിരുവല്ല മണ്ഡലം ഈ എല്ലാ വിഭാഗം ജനങ്ങളും ഉള്ള ഒരു മേഖല. അപ്പോൾ തന്നെ ഈ ഞാൻ പെന്തക്കോസ്ത് സഭയുടെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ള മണ്ഡലങ്ങളിലൊന്നുകൂടിയാണ് ഈ തിരുവല്ല മണ്ഡലം. ഈ സമീപകാലത്തെന്ന് പറഞ്ഞാൽ 2 ആഴ്ച മുമ്പ് കേരള ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളെ ക്രൈസ്തവ സഭകളായിട്ട് അംഗീകരിച്ചുകൊണ്ടൊരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പെന്തക്കോസ്ത് സഭകളെ ചേർത്ത് പിടിക്കുകയും ആ വോട്ട് അവർക്ക് ലഭിക്കുമെന്നുള്ളൊരു താല്പര്യം കൂടെ അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തു പറയുന്നതിന്?
ഇത് തികച്ചും വിചിത്രമായ ഒരു തീരുമാനമാണ്. പെന്തക്കോസ്ത് സഭയ്ക്ക് ഏതാണ്ട് 100 വർഷത്തിനടുത്തൊരു പാരമ്പര്യം, അതിൻ്റെ മുകളിലെ പാരമ്പര്യമുള്ള പെന്തക്കോസ്ത് സഭ. പെന്തക്കോസ്ത് സഭ ഒരു കൂട്ടായ്മയാണ്. അത് IPC പോലെ തന്നെ ചർച്ച് ഉണ്ട്, AG ഉണ്ട്, ഷാരോനുണ്ട്, GPM ഉണ്ട്, ന്യൂ ജനറേഷൻ ചർച്ചസ് ഒത്തിരി ഉണ്ട്. ഇങ്ങനെ പെന്തക്കോസ്ത് സഭകളുടെ കൂട്ടായ്മയുടെ സംഘമാണ്. അതായത് അതിന് പ്രത്യേക ഒരു അംഗീകാരം കേരള സർക്കാരിൻ്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഒന്നും വേണം. പെന്തക്കോസ്ത് സഭകൾക്ക് ആകെ ഞങ്ങൾ അറിയുന്ന ഉമ്മൻചാണ്ടി സ്വാമി കാലം മുതൽ ആവശ്യപ്പെട്ടുള്ളത് അവരുടെ മക്കളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വരുമ്പോൾ ക്രിസ്ത്യൻ, അതർ ക്രിസ്ത്യൻ എന്ന് എഴുതുന്നതിന് വരുന്ന പെന്തക്കോസ്ത് എന്ന് എഴുതുക എന്നുള്ള അതിനൊരു തീരുമാനം അവരെടുത്തിട്ടില്ലല്ലോ. ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു 3 അംഗ സമിതി വെച്ചിട്ടേ ഉള്ളൂ. അതെ, പെന്തക്കോസ്ത് സഭയ്ക്ക് ഒരു അംഗീകാരവും ഒരു നാമകരണവും ഒന്നും ചെയ്യാൻ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമില്ല. അത് വർഷങ്ങളായി, ദശാബ്ദങ്ങളായി നിലനിൽക്കുന്നതാണ്. പല തലമുറകൾ അതിലൂടെ കടന്നു പോയി കഴിഞ്ഞു. കേവലം സാങ്കേതികമായ ഒരു റവന്യൂ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ഇനി അടുത്ത ഗവൺമെൻറ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പറയാം. അതൊന്നും അതൊക്കെ ഇലക്ഷൻ തട്ടിപ്പാണ്, ഇലക്ഷൻ സ്റ്റാമ്പാണ്. ഇത് മനസ്സിലാക്കാനുള്ള എല്ലാ ശേഷിയും ക്ഷേമിഷിയും ഉള്ളവരാണ് പെന്തക്കോസ്ത് വിശ്വാസികൾ. അവരിപ്പോൾ അജ്ഞരൊന്നുമല്ല, വളരെ വിദ്യാഭ്യാസമുള്ളവരും ഉന്നത നിലവാരത്തിലുള്ളവരുമാണ്. തിരുവല്ലയിൽ ഒരു MLA ആയി ജയിച്ചു വന്നാൽ ഈ തിരുവല്ലയ്ക്ക് എന്താ പ്രതീക്ഷിക്കാം? തിരുവല്ലയിൽ ജയിച്ചു വന്നാൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം 20 വർഷമായ ഒരു വികസന മുരടിപ്പാണ് ഈ നാട്ടിൽ കാണും. പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട്ടിലെ കാർഷിക മേഖല മുഴുവൻ തകർന്നടിച്ചിരിക്കുക. കൃഷിക്കാർ നെൽകൃഷി ഉപേക്ഷിച്ചിട്ട് പോവുക. കാരണം അവനെതിരെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കൃഷി ചെയ്ത് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് സംഭരിക്കാൻ പോലും ആളില്ല. 5-6 ദിവസം കൊയ്ത്ത് കഴിഞ്ഞാൽ കിടക്കുന്നു. കൊയ്ത്ത് കഴിഞ്ഞ നെല്ല് സംഭരിച്ചു കൊണ്ടുപോയാൽ 6 മാസം കഴിഞ്ഞ ഒരു ആവശ്യം കിട്ടുന്നില്ല. ഇവ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ജപ്തി ഭീഷണി വരുന്നു. കൃഷിക്കാരെ സംരക്ഷിക്കുക. ഓരോ വെള്ളപ്പൊക്കം കഴിയുമ്പോഴേ ഈ പ്രകൃതി ദുരന്തക്ക് വില എല്ലാം അവൻ്റെ പുറകിൽ നിൽക്കുകയാണ് നിഴലായിട്ട്. ഭയത്തോടാണ് കൃഷിക്കാരൻ കരുതുന്നത്. രണ്ടാമത് തിരുവല്ലയുടെ കിഴക്കൻ പ്രദേശം കല്ലൂപ്പാറ നിയോജകമണ്ഡലം ഇങ്ങോട്ട് ചേർന്നപ്പോൾ ആനിക്കാട്, മല്ലപ്പള്ളി, കല്ലൂപ്പാറ, പുറമറ്റം, കുന്നന്താനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വലിയ അവഗണനയുണ്ട്. ഞാനിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരാം. ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു മനോവികാരം. ഒരു കാലത്ത് കല്ലൂപ്പാറ നിയോജകമണ്ഡലം മല്ലപ്പള്ളിയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിരുന്നു. ഈ ജനപ്രതിനിധി കഴിഞ്ഞ് 20 വർഷമായിട്ട് അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. സാറേ, ഈ മല്ലപ്പള്ളി റോഡ് ഇതുവരെ നേരെ മല്ലപ്പള്ളി, തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് കഴിഞ്ഞ 10 വർഷക്കാരെ പറഞ്ഞു കിടക്കാം. 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുക. ഇതൊക്കെ കേരളത്തിലെ മുഴുവൻ റോഡുകളും നന്നായി, ഈ തിരുവല്ലയിലെ റോഡ് മാത്രം നന്നായി. ഇത് ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെങ്ങന്നൂരോട്ടും തിരുവല്ലയും തമ്മിൽ വ്യത്യാസം. ചെങ്ങന്നൂർ കഴിഞ്ഞ് തിരുവല്ല വരുമ്പോഴേ അറിയാം തിരുവല്ലയാണത്. അവിടെ ഒരു ജനപ്രതിനിധി എന്നെ നടത്തിയിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഒരു നിയോജകമണ്ഡലത്തിൽ ജനപ്രതിനിധിക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് സമീപത്തെ പല നിയോജകത്തിലെ ജനപ്രതിനിധികളും കാട്ടുന്നുണ്ട്. ഇതിനൊക്കെ ഒരു താല്പര്യവും ഒരു ഇച്ഛാശക്തിയും ഒക്കെ വേണം. എന്നോട് ബ്രദർ ചോദിച്ചത് എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഞാൻ ജനം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജനപ്രതി, അവരുടെ സുഖത്തിലും ദുഃഖത്തിലും അവരോടൊപ്പം ഏത് നിമിഷം മുമ്പ് പറഞ്ഞ പോലെ അവർ വിളിച്ചാൽ നിൽക്കും. അതാണ് എൻ്റെ മനസ്സിലുള്ള ജനപ്രതി. ഇതാണ് ശ്രീ മാമൻ മത്തായി ഞങ്ങൾ കണ്ടിട്ടുള്ള അദ്ദേഹത്തോടെ പോയി ഞാൻ പ്രവർത്തിച്ചത്. ഏത് രാത്രിയാണെങ്കിലും ഒരാവശ്യക്കാരൻ വിളിക്കുമ്പോൾ അവൻ്റെ ഒരു വിഷമം, അവൻ്റെ ഒരു രോദനം നമ്മുടെ മനസ്സിനെ ഒന്ന് അലിയിക്കണം. അതിലൊരു മനസാക്ഷി എന്നൊക്കെ നമ്മൾ പറയും. നമുക്കൊക്കെ അതുള്ളതാണ്. നമ്മൾ ഒരു പണം ചോദിക്കാൻ വന്നാൽ ഞാൻ ദൈവം തരുന്നതിൽ നിന്ന് ഒരു 10% രൂപ, 10 അല്ല, ആര് വന്നാലും നമ്മുടെ ഉള്ളതിൻ്റെ ഒരു വിധം കൊടുക്കുക. കാരണം ഇത് നമുക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ലല്ലോ. നമ്മളെ കോവിഡ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ കണ്ട ഒരു സാക്ഷ്യമാണ്. നമ്മളെക്കാൾ എത്ര ധനവാന്മാർ, എത്രയോ ചെറുപ്പക്കാർ അതിവേഗം കടന്നു പോകാതെ. അന്നേരം പണമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. ഒരാവശ്യം വന്നാലും ചോദിച്ചാലും അത്തരത്തിൽ ജനങ്ങൾക്കുമായിട്ട് ഇത്തരം ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഉപയോഗിക്കാന്നുള്ളത്. അതുപോലെ തന്നെ തിരുവല്ലയ്ക്ക് ഒരു വികസന കാഴ്ചപ്പാട്, ഒരു സ്മാർട്ട് തിരുവല്ലയാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. കാരണം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ നാട്ടിൽ നിലനിൽക്കണം. ഇപ്പം ചെറുപ്പക്കാർ തിരുവല്ലയിൽ നിന്നും എറണാകുളത്തേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ നാട്ടിലുള്ളവർ തന്നെ മൈഗ്രേറ്റ് ചെയ്യണം. വിദേശത്തോട്ട് പോകുന്ന അതിന് സാധ്യത എന്താ? ഈ നാട്ടിൽ അവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റണം. ഇവിടെ ഇൻഫോ പാർക്ക് പോലെ പമ്പ റിവർ ഫാക്ടറി 100 ഏക്കർ സ്ഥലം കിടക്കുകയാണ്. അവിടെ ഇപ്പം ബിവറേജസാണ്. തിരുവല്ല പോലെ ബ്രദർ പറഞ്ഞ പോലെ ഇത്രയും ആത്മീയ സഭകളുടെ കേന്ദ്രമായി ഇവിടെ ഒരു ജനപ്രതിനിധി ഇരുന്നിട്ട് 20 വർഷമായി ഒരു 100 ഏക്കർ ഭൂമി തിരുവല്ലയുടെ കണ്ണായപ്പോൾ അതിൽ പോവാണ്. പമ്പ ഷുഗർ ഫാക്ടറി നിന്നുപോയി, ഞങ്ങൾ സമ്മതിക്കുന്നു. അവിടെ ഇപ്പം ചാരായം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജവാൻ ബോട്ടിലിംഗ് പ്ലാന്റും ബാക്കി ബിവറേജസുമാണ്. അവിടെ IT പാർക്ക് ഉൾപ്പെടെ കൊണ്ടുവന്ന് സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെ കുട്ടികൾ ഫെസിലിറ്റി കൊടുത്തുകൊണ്ട് ചെറുപ്പക്കാരെ ഇവിടെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുക. അതാണ് ഞങ്ങളുടെ മനസ്സിൽ. ട്രാക്കോ കേബിൾ ഫാക്ടറി, ട്രാക്കോ കേബിൾ എക്സ്പോർട്ട് ചെയ്ത സ്ഥലമാണ്. ഇപ്പം ആ ഫാക്ടറി പൂട്ടിയിരിക്കുക. പാവങ്ങളുടെ ശമ്പളം അവരായിരിക്കും കെട്ടിക്കൊക്കെ കാശ് തരുന്നത്, പാവപ്പെട്ട തൊഴിലാളികൾ. അതൊക്കെ ഇതാണ് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം. എന്തുകൊണ്ടാണ്? എന്തോ ഒരു കഷ്ടമാണ്. അതിൻ്റെ പ്രശ്നം വെച്ചാൽ ചെറുപ്പക്കാരെ നമ്മൾ പറയും ലഹരിക്ക് അടിമയാകുന്നു. അവർക്ക് എന്താ ഈ നാട് കൊടുക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് എന്താ? ഒരു സ്റ്റേഡിയം ഉണ്ടെങ്കിൽ, ഒരു ടർഫ് ഉണ്ടെങ്കിൽ. നമ്മുടെ ചെറുപ്പക്കാരുടെ സ്വാഭാവികം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ ഏറ്റവും വലിയ ഹീറോ നല്ല ഫുട്ബോൾ കളിക്കാരനാണ്. അത് ഫുട്ബോൾ ടീമിലുള്ളവനാണ്, ബാസ്കറ്റ് ബോൾ ടീമിലുള്ളവനാണ്. അപ്പോൾ അതില്ലല്ലോ. ഈ നാട്ടിൽ കായിക രംഗത്തിന് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ മുനിസിപ്പൽ സ്റ്റേഡിയമാണ് പാലായിലുള്ളത്.
ഈ ഗവൺമെൻറ് തന്നെ 50 കോടി രൂപ കൊടുത്തു. ഞങ്ങൾ അഭിനന്ദിക്കുക അവിടുത്തെ ജനപ്രതിനിധിയെ. 1 രൂപ ഇന്ന് വരെ എല്ലാ ബഡ്ജറ്റിലും 20 കോടി വെക്കും, 10 കോടി വെക്കും, 100 രൂപയാണ് ടോക്കൺ മണി വെക്കും. എങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും? ഈ ബഡ്ജറ്റ് തന്നെ 157 കോടിയുടെ വികസന പ്രവർത്തനം എന്ന് പറയും. 20% തുക ബഡ്ജറ്റ് ഉൾക്കൊള്ളിച്ചെങ്കിൽ മാത്രമേ പണി നടക്കുകയുള്ളൂ. ആ 157 കോടിയുടെ 10 കോടിയുടെ പോലും 20% വെച്ചിട്ടില്ല. കാരണം ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് ഞാൻ നിൽക്കില്ല. ജനങ്ങളോട് എന്ത് പറയാനുണ്ടെങ്കിലും സുതാര്യമായി പറയും. അല്ലാത്തതൊക്കെ താൽക്കാലികമാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അടിസ്ഥാനപരമായി ലോങ് ടൈം നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ എതിർക്കൂ. കുടുംബത്തെ കുറിച്ചും എനിക്ക് ഭാര്യ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. 2 മക്കളാണ്. മൊത്തമായി എൻ്റെ വിവാഹം കഴിഞ്ഞു. MBA എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA കഴിഞ്ഞു. അവൻ്റെ സഹധർമ്മിണിയും അതേ ഫീൽഡിലാണ്. മകന് MBBS കഴിഞ്ഞ് ഇപ്പോൾ MD ചെയ്യുന്നു. ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ്. അങ്ങനെ ദൈവം തന്ന ഒരു കുടുംബം. ഞാൻ എപ്പോഴും പറയാം, മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എന്നെ പറ്റി പഠിപ്പിച്ചിട്ടുള്ളൂ. നമുക്ക് എത്ര സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല. നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഒരു തലമുറ നിലനിൽക്കും. അതൊരു സംസ്കാരത്തിൻ്റെ കൂടെ ഭാഗമാണ്. അങ്ങനെ ഞാൻ കുടുംബത്തിൻ്റെ കാര്യത്തിൽ വളരെ ഏറ്റവും അടുത്തിടപെടുന്ന ഒരാളാണ്. ഓക്കെ, താങ്ക് യു. ഹല്ലേലൂയ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ വിജയങ്ങൾ ആശംസിക്കുന്നു. MLA ആയി കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി ഇരിക്കണം. തീർച്ചയായും. ഓക്കെ, താങ്ക് യു.